എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകാശനോട് രചന പറയണം, അതെ ട്രാഫിക് പോലീസ് ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആകാശം ഒന്ന് ഞെട്ടി. അല്ല എന്തിനാ ആകാശനെ വിളിക്കണേ? അത് പിന്നെ എന്തെങ്കിലും തട്ടുമുട്ടും കേസ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. താൻ അത് കാര്യമായിട്ടൊന്നും എടുക്കണ്ടോന്ന് പറയണം. താൻ എനിക്കൊരു കോഫി വെച്ച് തരാൻ പറയണം. അല്ല ആകാശ് എന്താ വണ്ടി ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നത്, ഇങ്ങോട്ട് കയറ്റിയിടാത്തേന്ന് ചോദിക്കും. ഓ അത് പിന്നെ ഇന്നലെ കുറച്ച് ക്ഷീണമായി പോയി, ലേറ്റായി പോയതുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറ്റിയിട്ടില്ല എന്ന് പറയും. പെട്ടെന്നാണ് രചന ആ കാഴ്ച കാണുന്ന. ആകാശം കൂടെ തിരിഞ്ഞു കഴിയുമ്പോഴത്തേനും രചന നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വണ്ടിയുടെ സൈഡിൽ ഒരു കവറ് കിടക്കുന്നു. ആ കവറ് പോയി എടുത്തു. ഇത് ചിപ്സിന്റെ കവറാണല്ലോ, ഇത് ആദിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിപ്സിന്റെ കവറാണല്ലോ. പെട്ടെന്ന് ആകാശനെ വിളിക്കണം. ആകാശെ ഇങ്ങോട്ട് വരാൻ പറയണം. എന്താ കണ്ടോ ഈ ചിപ്സിന്റെ കവർ കണ്ടോ, ഇതെങ്ങനെ ഇവിടെ എത്തിന്ന് ചോദിക്കണം. പെട്ടെന്ന് ആകാശന്റെ മനസ്സിലൊരു ഞെട്ടലുണ്ടായി. അല്ല ആദിക്ക് ചിപ്സ് വാങ്ങിച്ചു കൊടുത്തായിരുന്നു ചോദിക്കും. ആ ചിപ്സ് വാങ്ങിച്ചു കൊടുത്തായിരുന്നു, ഞങ്ങളുടെ തമ്മിൽ കഴിക്കണ സമയത്ത് അത് കാറെ ചാറിന്ന് കഴിക്കണ സമയത്ത് എന്റെ കൈ തട്ടി അത്തയിലേക്ക് വീണാന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ, അതുകൊണ്ടായിരിക്കും ചിപ്സൊക്കെ ഇത്ത കൂടെ തെറിച്ചു കിടക്കുന്ന അല്ലേന്ന് ചോദിക്കണം. അതേന്ന് പറയണം, അല്ലാതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ രചന പറഞ്ഞു ഞാൻ ഇപ്പൊ ചായ എടുക്കാന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ആകാശം ആലോചിച്ചു, ഇന്നലെ രാത്രിയിൽ തന്റെ കാറിലേക്ക് വന്ന് മുട്ടിയത് അത് ആദ്യമായിരുന്നോ എന്നൊരു ചിന്ത ആകാശിന്റെ മനസ്സിലേക്ക് വരുവാണ്. ആകാശ് ഇങ്ങനെ ആലോചിച്ചു. ഓർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആകെപ്പാട് ടെൻഷനോടെ അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് രചന ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. അങ്ങനെ റെഡിയാണ് സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് കയറി വന്നു. അതെ ഇന്നലെ ഞാൻ കുറച്ച് രൂക്ഷമായിട്ട് പെരുമാറി എന്നൊക്കെ പറയണം. അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയണം. ആയിക്കോട്ടെ, ദേഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുത്തകയാണല്ലോ, എന്ത് വേണം നിനക്ക് പറയാലോ എന്ന് പറയണം. പിന്നീട് ഇഷ്ടത്ത് പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്ന് ചിലപ്പോൾ ഞാൻ കുറച്ച് ലേറ്റ് ആവും, ചിലപ്പം വൈകുന്നേരം വന്നില്ലാന്നും ഇരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഹോസ്പിറ്റലാന്നേരം അന്വേഷിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല, പറഞ്ഞു കേട്ടല്ലോ, അഡ്വാൻസ് ആയിട്ട് അങ്ങോട്ട് പറഞ്ഞോളൂ എന്ന് പറയണം. അപ്പോഴേക്കും ഇഷിതയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. ഇഷിത കോളെടുത്തു. ആണോ, അന്നെങ്കിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റിക്കോ എന്നൊക്കെ പറയണം. എന്നാൽ ശരി ഞാൻ ഇറങ്ങുവാന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പം മഹേഷ് ആകെപ്പാടെ അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ്. പിന്നീട് മാഷും പ്രിയാമണി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഷിനോട് പ്രിയാമണി പറഞ്ഞു, എന്താണല്ലോ അവളിവിടെ വരാതെ അവള് ഹോസ്പിറ്റലിലേക്ക് പോകത്തില്ല, വന്നു കഴിയുമ്പോഴത്തേനും മാഷെ പറയാനുള്ളതൊക്കെ പറഞ്ഞോട്ടോ, അല്ലാതെ മിണ്ടായിരിക്കരുത്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുമെന്ന് പറഞ്ഞാലേ മാഷയുടെ സ്വഭാവം ഉണ്ട്, മോളെ കാണു കഴിയുമ്പോഴത്തേനും പറയാനുള്ള ഒന്നും പറയത്തില്ല എന്നൊക്കെ പറയണം. അപ്പോഴേക്ക് സുഹിത്രയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ഈ സമയത്താണ് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നത്. ഇഷിതയെ കണ്ടതും സുഹിത്ര പറഞ്ഞതേ ചേച്ചി വരുന്നുണ്ടെന്ന് പറയണം. പിന്നീട് ഇഷിത അങ്ങോട്ടേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് അങ്ങോട്ടേക്ക് ചെന്നു. മാഷ് അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും പ്രിയാമണി ഇങ്ങനെ നോക്കുവാണ് ഇഷിതേനെ. ഇഷിതയ്ക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ടുണ്ട്, ഇവരുടെ മുഖമെല്ലാം കണ്ടാൽ തന്നെ അറിയാം. പിന്നീട് മാഷ് എന്നിട്ട് ചോദിച്ചു, അല്ല നീ ഇന്നലെ എപ്പോഴാ വന്നേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പറഞ്ഞു, അത് പിന്നെ ഒരു 3-3:30 കാണും. അല്ല താമസിച്ച വരുവാണെന്ന് മഹേഷിനോട് വിളിച്ചു പറഞ്ഞ് കാണുമായിരിക്കും അല്ലേന്ന് ചോദിക്കണം. ഇല്ല വിളിച്ചു പറഞ്ഞില്ല എന്ന് പറയണം. അതെന്താ വിളിച്ചു പറയായിരുന്നേ, അങ്ങനെ താമസിച്ചുണ്ടെ വിളിച്ചു പറയണമെന്നുള്ള മര്യാദയൊന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അതിനുള്ള സാഹചര്യം ആയിരുന്നില്ലെന്ന് പറയണം. എന്ത് സാഹചര്യമാണെങ്കിലും താമസിച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു പറയണ്ടല്ലേ, അതല്ലേ ഒരു മര്യാദ. ആ വീട്ടുകാർ എത്രമാത്രം വിഷമിച്ച് കാണുമായിരിക്കും. കാരണം നിനക്ക് നിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാവണമെന്നില്ല. നീ മട്ടഞ്ഞപ്പോലല്ല, ഒരു ഭാര്യയാണ്, ആ ഒരു ചിന്തയൊക്കെ വേണം. അതോ എന്ത് തോന്നിയാസാകാന്നാണോ നിന്റെ വിചാരം? എങ്ങനെ വെള്ളം നടക്കാന്നാണോ? അതിനെ അനുവദിച്ചു തരുന്ന കാര്യമൊന്നും ഇല്ലെന്ന് പറയണ. സുഹിത്ര പറഞ്ഞു, ശരിയാ ചേച്ചി, ഞാൻ എന്താണ് ഇളയച്ചൻ്റെ ഒപ്പം നിൽക്കുള്ളൂ, കാരണം ചേച്ചി ഇത് തെറ്റായിപ്പോയി. താമസിക്കുകയാണെങ്കിൽ താമസിക്കുന്നുള്ള കാര്യം വീട്ടിൽ മഹേശ്വരനോടോ ആരോടെങ്കിലും വിളിച്ചു പറയേണ്ടതായിരുന്നു. അവരെന്ത് വിചാരിച്ചാ വീട്ടിലിരിക്കുന്നത്, അവർക്ക് ടെൻഷൻ ആവത്തില്ല എന്നൊക്കെ ചോദിക്കണം. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. ആ സമയം പ്രിയാമണി എഴുന്നേറ്റിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു, അതെ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇവളെ തോന്നിയാസല്ലേ ഇപ്പൊ നടക്കുന്നേ. ഇന്നലെ വന്ന ആ സ്വപ്നവല്ലി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, അമ്മാതിരി കാര്യങ്ങളൊക്കെയാ പറഞ്ഞേ. അവളുടെ വായിന്ന് കേൾപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ഇവളിങ്ങനെ കാണിച്ചു കൂട്ടുന്നതെന്ന് പറയണം. മാഷ് പറഞ്ഞു, മോളെ ഇത്രയും നാളായിട്ട് ഞാൻ ആരുടെ വായിന്ന് ചീത്ത കേട്ടിട്ടില്ല, മോളായിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി തരല്ലേ, എനിക്ക് എത്രമാത്രം വിഷമം ഉണ്ടായെന്നറിയാവോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇഷ്ടതയ്ക്ക് സങ്കടമായിപ്പോയി. ഇഷ്ടത ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കരഞ്ഞോണ്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ആ പോക്ക് കണ്ടപ്പോഴത്തേനും മാഷിന്റെ കണ്ണ് നിറഞ്ഞു പോയി. മാഷ് പറഞ്ഞു, കണ്ടില്ല എന്റെ മോള് പോയത്, അവളുടെ ആ നോട്ടത്തിന്റെ അർത്ഥം എന്താണെന്നറിയാവോ, അച്ഛന് പോലും എന്നെ മനസ്സിലാകുന്നില്ല എന്നൊരു നോട്ടമാ എന്ന് പറയണ. ഇത് കേട്ട സുഹിത്ര പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്ത് പറയണ്ടായിരുന്നു, പാവം നല്ല വിഷമമായെന്ന് പറയണ. പ്രിയാമണി പറഞ്ഞു, പാവം എനിക്കറിയാം എന്റെ മോളെ, പക്ഷെ എന്നാലും ബാക്കിയുള്ളവർ അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പ്രിയാമണി അങ്ങോട്ട് കയറി പോവാണ്. ആ സമയം സുഹിത്രയോട് മാഷ് പറഞ്ഞു, മോളെ നീ അങ്ങോട്ടേക്ക് ചെല്ല, അവൾക്ക് ആപ്പാടെ വിഷമായിട്ടുണ്ട്, അവളുടെ
അറിയാലോ, അവളാണെങ്കിൽ ലോല ഹൃദയമാണ്. ചെറിയൊരു കാര്യം മതി അവൾക്ക് നന്നായിട്ട് വിഷമം ഉണ്ടാവാനെന്ന് പറയാണ്. സുമിത്ര അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ് ഇഷിത. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഓരോ കാര്യങ്ങളൊക്കെ നോക്കണ സമയത്ത് ഇഷിതയുടെ നെഞ്ചിനകത്തൊരു തീയാണ്. കാര്യം എത്രയൊക്കെയെന്ന് പറഞ്ഞാലും വീട്ടിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ അതൊക്കെ എത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോഴേക്ക് സ്റ്റീഫൻ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുവാണ്. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അതെ ഇന്നലത്തെ ആ കുട്ടിയുണ്ടല്ലോ അവന് ബോധം വീണിട്ടുണ്ടെന്ന് പറയാ, അവൻ കണ്ണു തുറന്ന് പറയണം. ഇത് കേട്ടിപ്പം പെട്ടെന്ന് ഇഷിതയ്ക്ക് ആകെപ്പെട്ട ടെൻഷൻ. എന്നിട്ട് എങ്ങനെയുണ്ട്? നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അവന് ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടെന്ന് പറയണം. അവൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇഷിതയ്ക്ക് ആകെപ്പായ ടെൻഷനാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ ഒത്തിരി കാലത്തേക്കൊന്നും അല്ല, ഒരു ചെറിയൊരു അൽഷിമേഴ്സ് പോലൊരു രോഗം ബാധിച്ചിരിക്കുവാനെ. അവനിപ്പോൾ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അവൻ്റെ അച്ഛനാരാ അമ്മയാണോ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അവൻ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ ആ കണ്ടീഷൻ മാത്രമേ അവനറിയത്തുള്ളൂ. അതിനെക്കുറിച്ച് മാത്രം അവൻ ബോധവാനാവുന്നുള്ളൂ. അല്ലാതെ ബാക്കി കഴിഞ്ഞ കാര്യങ്ങളൊന്നും അവന് ഓർമ്മയില്ല എന്ന് പറയണം. ഇത് കേട്ടത് ഇഷ്ടം പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഡോക്ടർ എന്ന് ചോദിക്കണം. അല്ല ഡോക്ടറോടും കൂടെ ചോദിച്ചിട്ട് അഭിപ്രായം തിരക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി ഞാൻ ഇരുന്നാന്ന് പറയണം. പക്ഷേ അതിനുള്ള മെഡിസിൻ നമുക്ക് കൊടുക്കാം. ചിലപ്പോൾ ഇത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ കണ്ടുവന്നിരിക്കുന്ന ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം 2 മാസം അത്ര കൂടുതലൊന്നും ഇങ്ങനെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോകാണ്ട് വഴിയില്ല. അതിനുള്ളിൽ തന്നെ ഓർമ്മശക്തി അവർക്ക് വീണ്ടും കിട്ടുമെന്ന് പറയണം. അപ്പോൾ അവർക്ക് പഴയ കാര്യങ്ങളിലെ ഓർമ്മ വരുമെന്ന് പറയാം. ശരി ഡോക്ടർ, ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത ആദിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്നിപ്പോൾ ആദ്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഇഷിത അങ്ങോട്ട് ചെന്നിപ്പോൾ ആദ്യം ഇങ്ങനെ ഇഷിതേനെ ഒന്ന് നോക്കി. അന്നിപ്പം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ഇഷിതയ്ക്കാണെങ്കിൽ സന്തോഷമൊക്കെ തോന്നി. കണ്ണ് തുറന്നല്ലോ എന്നൊരു സന്തോഷം. പക്ഷേ എങ്കിൽ അവന് ഓർമ്മ പോയല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നീട് ആദ്യം ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, ആരാ എൻ്റെ അമ്മയാണോ എന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, അല്ല എന്ന് പറയണം. അല്ല കള്ളത്തരം പറയണം, എനിക്കറിയാം എൻ്റെ അമ്മയാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഇഷിതയ്ക്ക് പിന്നെ എന്ത് മറുപടി പറയാനും നടത്തില്ല. പെട്ടെന്ന് ഇഷിത ചോദിച്ചു, അല്ല എന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല മോൻ എന്ന് ചോദിക്കുകയാണ്. ഇല്ല എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറയണം. കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഇല്ല എനിക്കറിയാം എൻ്റെ അമ്മയല്ലേ, എൻ്റെ അമ്മ ഇങ്ങോട്ട് വരുന്നത് എനിക്കറിയാം. അല്ല എനിക്ക് വേറെ ആരുമില്ലേ, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് മറുപടി ഒന്നുമില്ല. പെട്ടെന്ന് ഇഷിതയുടെ നെഞ്ചിലേക്ക് വീണിട്ട് ആദ്യം പൊട്ടിക്കടഞ്ഞുകൊണ്ട് പറഞ്ഞു, അതെ അമ്മ ഇനി എന്നെ ഉപേക്ഷിച്ച് പോകരുത്, അമ്മ എന്നോടൊപ്പം കാണണമെന്ന് പറയണം. ഈ സമയത്ത് ഇഷിതയ്ക്കും കണ്ണ് നിറഞ്ഞു വന്നു. പാവം ഒരു മോന്, അവൻ്റെ കഴിഞ്ഞ കാലങ്ങളൊന്നും ഓർമ്മയില്ല. അച്ഛനാരാ അമ്മയാരാ കൂടപ്പുറപ്പോൾ ആരൊന്നും ഓർമ്മയില്ല. പക്ഷെ ഈ അവസരത്തിൽ അവനോട് എങ്ങനെയാ തന്നെ സത്യം പറയണേ? പറഞ്ഞാലും അവൻ വിശ്വസിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. പെട്ടെന്ന് ആദ്യം ചോദിച്ചു, അല്ലമ്മേ ഞാൻ എൻ്റെ വീട് എവിടെയാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോഴത്തേനും ഇഷ്ടത്തെ ഒന്ന് ആലോചിച്ചിട്ട് വീട് പറയണം, ഇവിടെ അടുത്താന്ന് പറയണം. അല്ല ഞാൻ ഏത് സ്കൂളിലാണ് പഠിച്ചത്, എനിക്ക് എങ്ങനെയാ ആക്സിഡന്റ് ഉണ്ടായെന്ന് ചോദിക്കുകയാണ്. ആക്സിഡന്റ് ഉണ്ടായെന്നൊക്കെ ഇഷിത് പറഞ്ഞായിരുന്നു. കാരണം ആക്സിഡന്റ് ഉണ്ടായെന്ന് പോലും ആദ്യമൊക്കെ അറിയില്ലായിരുന്നു. അതൊക്കെ അവൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത് മോനെ സ്കൂളിൽ പോകാൻ നേരത്ത് സൈക്കിളെ ഔട്ടുമല്ലോ, അങ്ങനെ ചവിട്ടുന്ന സമയത്ത് മോൻ ആക്സിഡന്റ് ഉണ്ടായെന്ന് പറയാണ്. അതുകൊണ്ട് മോൻ്റെ ഓർമ്മശക്തിയൊക്കെ പോയി, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ കിട്ടുന്നില്ല. കുഴപ്പമില്ല, അധികം വൈകാതെ തന്നെ ഓർമ്മ കിട്ടുമെന്നൊക്കെ പറയണം. അതിനുവേണ്ടി മോനെ ഹോസ്പിറ്റലിലാക്കിയേക്കെന്ന് പറയണം. അല്ല ഞാൻ ഏത് സ്കൂളിലാണ് പഠിക്കണേന്നൊക്കെ ചോദിക്കുകയാണ്. അതിവിടെ അടുത്തൊരു സ്കൂളിലൊക്കെയാണ്, സ്കൂളിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റീഫൻ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുവാണ്. പെട്ടെന്ന് ആദ്യം പറഞ്ഞു, ഇതേ എൻ്റെ അമ്മ വന്നു ഡോക്ടറെ, ഇതേ ഈ ഡോക്ടർ എന്നെ നോക്കണേ, അമ്മയ്ക്ക് മനസ്സിലായെന്ന് ചോദിക്കാം. പെട്ടെന്ന് ഇഷിതേനെ നോക്കി സ്റ്റീഫൻ ഡോക്ടർ പുഞ്ചിരിക്കുകയാണ്. ഈ സമയം അപ്പം മോന് അമ്മേനെ കിട്ടിയില്ലോ എന്ന് പറയണം. അല്ല എൻ്റെ പേരെന്താ അമ്മയെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇഷിത ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇഷാന്ത് എന്ന് പറയണം. കൊള്ളാലോ, നല്ല പേരൊക്കെ അല്ലേ ഡോക്ടർ എന്നൊക്കെ പറയണം. ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞു, അതെ കുട്ടിയുടെ അമ്മയൊന്നും വന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയണം. അപ്പത്തേനും ഇഷിത ശരിയെന്ന് പറയുന്നത്. പിന്നെ നേഴ്സിനോട് ആ ഇഞ്ചക്ഷൻ ഒന്ന് എടുത്തെടുക്കാൻ പറയണം. അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തു ആദിക്ക്. പിന്നീട് ആദിനെ അവിടെ കിടത്തിയിട്ട് ഇഷിത സ്റ്റീഫൻ ഡോക്ടറുടെ കൂടെ അങ്ങോട്ട് പോവാണ്. പിന്നീട് ഡോക്ടർ ചോദിച്ചു, അല്ല കുട്ടിയുടെ അമ്മയായോ എന്ന് ചോദിക്കുക. എന്ത് ചെയ്യാൻ പറ്റും, അവൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് അവനോട് സഹതാപം തോന്നും. അവനോട് ഇഷ്ടപ്പെടാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. പാവം ഒരു കുട്ടിയല്ലേ, എനിക്ക് അവനോട് സഹതാപമുണ്ട്. പാവം അതിനെ ഞാൻ ഏറ്റെടുക്കണ്ടേന്ന് ചോദിക്കുക. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ അവന് ബോധം നല്ല ഓർമ്മശക്തി ഇരികെ കിട്ടും. അപ്പോൾ ഒരു പക്ഷേ ഇഷിതേനെ അവന് അറിഞ്ഞില്ലാന്നും വരുമെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, അതുവരെ എനിക്ക് അവനെ നോക്കാലോ, അവൻ്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുവാന്ന് പറയണം. ഇങ്ങനെ സംസാരിച്ചിട്ട് പറഞ്ഞു, അന്ന് ശരി ഡോക്ടറെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. തൽക്കാലത്തേക്ക് പിന്നെ അറിയാലോ, അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം എന്താ സംഭവിക്കാൻ പോകുന്നു അറിയത്തില്ല. ഡോക്ടറുടെ കാർ തട്ടിയിട്ടാണ് അവനിങ്ങനെ ആക്സിഡന്റ് ഉണ്ടായെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയിരിക്കുക ആ അൻസാരിദാസ് എന്താ കിട്ടണേന്ന്. അപ്പം അങ്ങനെ വന്നിട്ട് അത് പ്രശ്നമാവെന്ന് പറയണം. ഇഷിത പറഞ്ഞു, അത് ശരിയാ ഡോക്ടറെ, തൽക്കാലത്തേക്ക് ഇങ്ങനെ പോട്ടെ, നമുക്ക് നോക്കാം, അവന് ഓർമ്മശക്തി തിരിച്ചു കിട്ടുമോ നോക്കാന്നൊക്കെ പറയണം. പിന്നെ സ്റ്റീഫൻ ഡോക്ടർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. ഇഷിത കോൾ അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞു,
ഇഷിതയാണെന്ന് ചോദിക്കണം. അതേന്ന് പറയണ. അല്ല, കാർ ഈയിടെ ഇന്നലെ എങ്ങാനും അതിലൂടെ പോയിട്ടുണ്ടായിരുന്നു ചോദിക്കണം. കാരണം ആദ്യക്ക് ആ ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്തൂടെ പോയിട്ടുണ്ടെന്ന് ചോദിക്കണം. പെട്ടെന്ന് ഇഷിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇല്ല. അല്ല, ആക്സിഡന്റ് ഉണ്ടായ ഒരു കുട്ടീനെ എങ്ങാനും കണ്ടായിരുന്നു ചോദിക്കുക. ഇല്ല എന്ന് പറയണം. കാരണം ആ സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കാർ ഇടിച്ചാണ് ആദ്യക്ക് ആക്സിഡന്റ് ഉണ്ടായെന്നെങ്ങാനും അവർ വിചാരിച്ചോളൂ എന്ന് ഓർത്തിട്ടാണ് ഇഷിത അങ്ങനെ പറയുന്നത്. അതേപോലും ആ കാർ ഇടിച്ചത് ആകാശിന്റെ കാറാന്നുള്ള കാര്യം ഇഷിതയ്ക്ക് അറിയില്ല. ഇഷിതയെ വിചാരം ഇഷിതയുടെ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് വീണ് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയുടെ കാർ ഇടിച്ചാന്നോർത്താ ഇഷിത ഇരിക്കുന്നത്. അങ്ങനെ ഒരു ഞെട്ടലിൽ ഇഷിത നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു.